ഒരു മനുഷ്യൻ ഒരു ദിവസം പല പ്രാവശ്യം ആയത്തുൽ കുർസി ഓതണമെന്നാണ്. ഒരാൾ ഒരു ദിവസം 7 വട്ടം ആയത്തുൽ കുർസി ഓതണം. ആയത്തുൽ കുർസി ഓതേണ്ട 7 സമയങ്ങൾ ഇൻഷാ അല്ലാഹ് വിശദീകരിച്ച് പറയാൻ പോവുകയാണ്. അപ്പോ ആയത്തുൽ കുർസി നമുക്ക് ഓതിയാലോ? ഒന്ന് ഓതിക്കേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. ഇതാണ് ആയത്തുൽ കുർസി. നമ്മളൊക്കെ സ്ഥിരമായി ഓതുന്നതാണ്. ഒരുപാട് നേട്ടങ്ങൾ ആയത്തുൽ കുർസി ഓതിയാൽ ഉണ്ട് എന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം. ഇനി ഒരു മനുഷ്യൻ ആയത്തുൽ കുർസി ഒരു ദിവസം 7 പ്രാവശ്യം ഓതണം. ഒന്നാമത്തെ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ അവൻ നമസ്കാരങ്ങൾക്ക് ശേഷം ആയത്തുൽ കുർസി ഓതണം. 5 വഖത്ത് നിസ്കാരം, ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശ, സുബ്ഹി, അല്ലെ, 5 വഖത്ത് നമസ്കാരത്തിന് ശേഷവും അവൻ ആയത്തുൽ കുർസി ഓതണം. ഒരാള് ഒരു ആയത്തുൽ കുർസി നമസ്കാരത്തിന് ശേഷം ഓതിയാൽ അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒരു മറ മാത്രമേ ഉള്ളൂ. മരണം എന്ന മറയാണ്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ നേരെ സ്വർഗത്തിലാണെന്നാണ്. അപ്പൊ അതുകൊണ്ട് അത്രമാത്രം നേട്ടങ്ങളുള്ള ആയത്തുൽ കുർസി ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഒരു ദിവസം ചുരുങ്ങിയത് 7 വട്ടം ഓതിയിരിക്കണം. അതിൽ ഒരു പ്രാവശ്യം സുബ്ഹി കഴിഞ്ഞ്, പിന്നെ ളുഹർ കഴിഞ്ഞ്, അസർ കഴിഞ്ഞ്, മഗ്രിബ് കഴിഞ്ഞ്, ഇശ കഴിഞ്ഞ്.